ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയും ഇന്ന് യോഗം ചേർന്നേക്കും. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സേന വെടിവയ്പ് തുടരുന്നു. ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വേവ്സ് 2025 ഉച്ചകോടിക്ക് നാളെ മുംബൈയിൽ തുടക്കം. ICSE പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. വിജയശതമാനം 99-ന് മുകളിൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമാണിത്. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗവും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നേക്കും. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് സമിതി യോഗം ചേരുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്ത ഉന്നതതല യോഗവും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇന്നലെ ചേർന്നിരുന്നു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ എന്നിവർക്ക് പുറമെ 3 സേനാ മേധാവികളും പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ നടപടിയെ സ്വാഗതം ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സെക്രട്ടറി ജനറലുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആക്രമണം നടത്തിയവരെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും ഇന്ത്യ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പിന് ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലെ പാക് സൈനിക പോസ്റ്റുകളിൽ നിന്നും പ്രകോപനമില്ലാതെ വെടിയുതിർത്തതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ബാരാമുള്ള, കുപ്വാര ജില്ലകളിലും പർഗ്വാൾ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തതായാണ് റിപ്പോർട്ട്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വികസിത ഭാരതം എന്ന ദർശനം കൈവരിക്കുന്നതിനും ഇന്ത്യയെ വൻ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിനും ദേശീയ സംസ്ഥാന തലങ്ങളിൽ രാഷ്ട്രീയ സ്ഥിരത അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി സർവകലാശാലയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. भारत को विकसित होना है, भारत को दुनिया की आर्थिक महाशक्ति होना है, तो देश में और राज्यों में एक राजनीतिक स्थिरता की आवश्यकता है. वन नेशन वन इलेक्शन ये दौड़ नहीं है, ये 2047 तक भारत को दुनिया में सबसे मजबूत देश बनाने के लिए दौड़ है. ICSE 10-12 ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.09 ICSE വിജയശതമാനം. ISE പരീക്ഷയിൽ 99.02% പേരാണ് വിജയിച്ചത്. പെൺകുട്ടികളാണ് പരീക്ഷയിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ICSEയിൽ 2,52,557 വിദ്യാർത്ഥികളും ISEയിൽ 99,551 പേരും പരീക്ഷ എഴുതി. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. അടുത്ത മാസം 14 മുതൽ നിയമനം പ്രാബല്യത്തിൽ വരും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടുത്ത മാസം 13-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോകത്തെ ആദ്യ ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025-ന് നാളെ മുംബൈയിൽ തുടക്കം. ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന 4 ദിവസത്തെ ഉച്ചകോടി വിനോദ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കും. മാധ്യമ വിനോദ രംഗങ്ങളിലെ ആഗോള പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ചിരഞ്ജീവി, മോഹൻലാൽ, ഷാറുഖ് ഖാൻ തുടങ്ങി പ്രമുഖ ചലച്ചിത്ര താരങ്ങളും ഉച്ചകോടിയുടെ ഭാഗമാകും. 100 രാജ്യങ്ങളിൽ നിന്നായി 5000-ഓളം പ്രതിനിധികളാണ് വേവ്സ് 2025-ൽ പങ്കെടുക്കുന്നത്. മീഡിയ ഡയലോഗ്, വിപണന കൂടിക്കാഴ്ചകൾ എന്നിവയ്ക്ക് പുറമെ വിനോദ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളുടെ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ പങ്കുവയ്ക്കാനും ഉച്ചകോടി അവസരമൊരുക്കും.
അതിപ്രശസ്തമായ ചാർധാം തീർത്ഥാടനത്തിന് ഉത്തരാഖണ്ഡിൽ ഇന്ന് തുടക്കമായി. അക്ഷയ തൃതീയ ദിനമായ ഇന്ന് ഉത്തരാകാശിയിലെ ഗംഗോത്രി, യമുനോത്രി ക്ഷേത്രങ്ങളുടെ വാതിലുകൾ തുറന്നതോടെയാണ് തീർത്ഥാടനം ആരംഭിച്ചത്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉൾപ്പെടെ ഇന്ന് ദർശനത്തിനെത്തിയിരുന്നു. ചാർധാമിന്റെ ഭാഗമായ കേദാർനാഥ് ധാമിന്റെ കവാടം വെള്ളിയാഴ്ചയും ബദ്രിനാഥ് ധാമിന്റെ കവാടം ഞായറാഴ്ചയുമാണ് തുറക്കുക. ദശലക്ഷക്കണക്കിന് ഭക്തരാണ് വർഷം തോറും ചാർധാം തീർത്ഥാടനത്തിനായി എത്തിച്ചേരാറുള്ളത്. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ നാടിന് സമർപ്പിക്കും. രാവിലെ 11-ന് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. 4200ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കും. കൂടാതെ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സുരക്ഷയ്ക്കായി വിന്യസിക്കും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ദ്രോണാചാര്യ പുരസ്കാര ജേതാവായ ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ജില്ലയിലെ ഉഴവൂർ സ്വദേശിയാണ്. ഒളിമ്പിക്സ് ജേതാവ് അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു. റൈഫിൾ ഓപ്പൺ സൈറ്റ് ഇവന്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ഇന്ത്യൻ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനുമാണ് അദ്ദേഹം. ബസവ ജയന്തി ദിനത്തിൽ ജഗദ്ഗുരു ബസവേശ്വരന്റെ അഗാധ ജ്ഞാനത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സാമൂഹ്യ ദർശനവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായുള്ള അക്ഷീണ പരിശ്രമവും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അക്ഷയ തൃതീയ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനജീവിതത്തിൽ വിജയവും സമൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്യാൻ ഈ ദിനത്തിന് സാധിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ അക്ഷയ തൃതീയ ദിനം പരമ്പരാഗത വിവാഹങ്ങളുടെ എണ്ണം കൂടുതലുള്ള ദിവസമായതിനാൽ ശൈശവ വിവാഹങ്ങൾ തടയാൻ ശക്തമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ പഞ്ചാബ് 5-ാം സ്ഥാനത്തും ചെന്നൈ 10-ാം സ്ഥാനത്തുമാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കോഴിക്കോട് നടക്കുന്ന മത്സരത്തിൽ KSCBയും ഗോകുലം കേരളയും ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള പോലീസ് ഇന്റർ കേരള FCയെ തോൽപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 82 പോയിന്റ് ഉയർന്നും 80,370-ലും നിഫ്റ്റി 14 പോയിന്റ് വർദ്ധിച്ച് 24,350-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 40 രൂപ കുറഞ്ഞ് 71,800 രൂപയും ഗ്രാമിന് 8,980 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിലെ ഫാൽപ്പട്ടി മച്ചുവക്കു സമീപം ഒരു ഹോട്ടലിൽ ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ 15 പേർ മരിച്ചു. നിരവധി പേരെ രക്ഷപ്പെടുത്തി. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള സിംഹാചലം ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞു വീണ് 7 പേർ മരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെയാണ് സിംഹാചലം ക്ഷേത്രത്തിൽ ക്യൂ ലൈനിനോട് ചേർന്നുള്ള മതിൽ തകർന്ന അപകടമുണ്ടായത്. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി സംഭാഷണം നടത്തി. ഭീകരവാദത്തെ ഫലപ്രദമായി നേരിടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മീഡിയേഷൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സമ്മേളനം മെയ് 3-ന് ന്യൂഡൽഹിയിൽ നടക്കും. നിയമ നീതിന്യായ മന്ത്രാലയവുമായി സഹകരിച്ച് അറ്റോർണി ജനറലിന്റെ ഓഫീസാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിഹരിക്കുന്നതിന് മധ്യസ്ഥ പ്രക്രിയകൾ പിന്തുടരാൻ വ്യവഹാരികളെ പ്രേരിപ്പിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയും ഇന്ന് യോഗം ചേർന്നേക്കും. ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് തുടരുന്നു. ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. വേവ്സ് 2025 ഉച്ചകോടിക്ക് നാളെ മുംബൈയിൽ തുടക്കം. ICSE, ISC പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. വിജയശതമാനം 99-ന് മുകളിൽ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.